ഹലോ ഫ്രണ്ട്സ്, അപ്പുക്കുട്ടൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ എൻ്റെ സിംബാവകളെ കാണിച്ചതാ. ഇവൻ സിംബൂട്ടി, ഇതാ വേറെ ഒരുത്തെ, ഇതാ ഇവൻ സിംബൂട്ട എന്ന് വിളിക്കുക. ഇതാ ഇവര് ഭക്ഷണം കഴിക്കുന്ന ഉച്ചക്കത്തെ. രാവിലെ മീനെല്ലാം മുറിച്ച് നിന്ന്, അതുകൊണ്ട് ഉച്ചക്ക് അത്ര പേരിനാ ഭക്ഷണം പോണ്ടു. പച്ച മീൻ അവർക്ക് പ്രധാനം. ഇവരെ കൂട്ടിലാക്കുന്നത് എനിക്ക് എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കിട്ടിയാന്ന്. ചെറുതിലേ ഞാൻ കൊണ്ടുവന്നിനി. ഒരു ദിവസം സാധനം വാങ്ങാൻ കടയിൽ പോരോ, ആ കടക്കാരൻ സങ്കടത്തിൽ പറഞ്ഞ് ഈ പൂച്ചക്കുട്ടിലെ അമ്മ നായോ എന്തോ പിടിച്ച് കൊന്നിട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അനക്ക് കേട്ടപ്പോ സങ്കടമായി. കടക്കാരൻ പറഞ്ഞ് ഇനിയും ഈ പൂച്ചയോട് മുന്നില് റോഡാന്ന്, ഓടിക്കളിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ വാഹനത്തിന്റെ അടിയിൽ ചതയാന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതിലെ ഒരു സിംബൂട്ടിക്ക് കൈയില്ല, ജന്മനാ ഒരു കൈയില്ല. ഞാൻ കാണിച്ചതാ. സിംബുട്ടാ, ദാ സിംബുട്ടാ, അവനൊരു കൈയില്ല, ഒരു കയ്യേ ഉള്ളൂ. ഇതാ ഇത് അത്രയാ സ്ഥല സൗകര്യമുള്ളൂ വർക്കേരിൽ. ഇതാ ഒരു കൈയില്ല, ഒരു കയ്യേ ഉള്ളൂ. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. എൻ്റെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട്. ഇതാ ചെറിയ കഷ്ണം കയ്യാ. ഇതാണ് ഇവന്റെ അവസ്ഥ. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. അയാൾ തന്നെ വാഹനം ഇടിച്ച് ചാവുകയ്യ. അയാൾക്ക് നോക്കിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ വേഗം വീട്ടിൽ സാധനവും വാങ്ങി വീട്ടിൽ വന്നിട്ട് ഞാൻ ചേച്ചിയോടും അമ്മയോടെല്ലാം പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ആക്കണം. നമ്മുടെ വീട്ടിൽ കുറേ പൂച്ചയുണ്ട്, എന്നാലും നമുക്കിത് കാണുമ്പോൾ വല്ലാത്ത വിഷമം. എല്ലാവരും കൂടി 2 കൂട് വാങ്ങി. ഈ വലിയ കൂട് തന്നെയാണ് രണ്ടാളെ ഒരുമിച്ച് ആക്കിയത്. ഇപ്പം വലുതായാലും അവർക്ക് സുഖത്ത് കിടക്കാന്ന് വെച്ചിട്ട് രണ്ടാളെ ഓരോ കൂട്ടിലാക്കി. വൈകുന്നേര സമയം ഞാൻ സന്ധ്യ വിളക്കച്ചപ്പാട് ഞാൻ ഇളക്കും. ഇപ്പം ഭക്ഷണം കഴിച്ചതിന് ഒരേ ഉറക്കാന്ന്. ഇനി സന്ധ്യക്ക് ഞാൻ ഇനി വിളിച്ചാൽ അവർ എണീക്കുള്ളൂ. അന്നേരം ഈ വർക്കേരിയിലെ കൂടെല്ലാം എടുത്ത് മാറ്റി ഇവർ ഇടുന്ന് ഓടിക്കളിക്കും. ഇപ്പൊ കുരുത്തക്കടലുണ്ട്. ഈ സിംബൂട്ടൻ ഇവന്റെ കയ്യിലത്തൊരു സിംബൂട്ടൻ. ഈ സിംബൂട്ടൻ ഏട്ടനെ കടിച്ച് പറിക്കുന്നു. അപ്പൊ ഞാനൊരു വടി എടുത്തിട്ട് വെറുതെ ജനവാലോട്ട ടക്ക് ടക്ക് നാക്കും, അടിച്ചു കാണിക്കും. അപ്പൊ അവര് സാധാരണ വല്ലാവും. ഇതാ എന്താ ചെയ്യുക, നമ്മുടെ ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. എൻ്റെ വീട്ടിൽ 9 പൂച്ചയുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കോമ്പൗണ്ടില് 3 വീടാണ്. ചേച്ചി, ഏട്ടൻ, എല്ലാവരുടെ വീട്ടിലും കുറേ പൂച്ചയുണ്ട്. എന്നിട്ടും നമുക്ക് ഇവരെ രക്ഷപ്പെടുത്തുന്നുള്ള മനസ്സ്, അത് നമ്മളെ മനസ്സിന് നന്മയായിരിക്കാം. എത്ര ഉണ്ടായാലും ഇവരെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അവരും കൂടി നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്നുള്ള ഒരു തോന്നല്. അതുകൊണ്ട് അവര് സന്തോഷമായി ജീവിക്കുന്നു. ഈ കൈയില്ലാത്തനെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവരെ തീരെ അനുസരണയില്ല. കടയിലായതുകൊണ്ട് അയാൾ കാലിനെ കൊണ്ട് ചവിട്ടിയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കുക. തൊടോ കാര്യോ ഒന്നുമില്ല. ഈ മിണ്ടാപ്രാണികൾക്ക് എന്ന് പറയുന്നത് ഇണങ്ങുക. നമ്മൾ വെറുതെ പേര് വിളിച്ചിട്ടും വർത്തമാനം പറഞ്ഞു നിന്നാൽ ഇവരിണങ്ങും. ഇതൊന്നുമില്ലല്ലോ. അയാൾ പുറത്തേക്ക് ഇങ്ങനെ ചടാൻ നോക്കുമ്പോൾ കാലിനെ കൊണ്ട് ചവിട്ടി ഓടിക്കും. ഇവരെ പിടിക്കാൻ വളരെ പ്രയാസപ്പെട്ടിനി. കുറെ ആള് നോക്കിനി. ഈ കയ്യിലെത്താൻ ഒരു കൗതുകല്ലേ കൊണ്ടുപോണ്ടിട്ട്. ഞാനൊക്കെ അന്നേരം എത്രയും പേരെ രക്ഷപ്പെടുത്തുന്ന ചിന്ത വന്ന്. എന്ന് പറഞ്ഞാലും ഒറ്റപ്പെട്ടു. ഒരാൾ വേറെ മറ്റൊരാൾ വേറെ ആയിട്ട് വളരെ വിഷമായിരിക്കും. കൈമുറിയന് ഈ കയ്യില്ലാത്തവന് വല്ലാത്ത വിഷമാവും ഏട്ടനില്ലാണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ എത്രയും വേഗം അവരെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പൊ വളരെ ഹാപ്പിയാണ്. രണ്ടാളി ന്യൂട്രൽ ചെയ്യണം, എന്നാൽ എപ്പോഴും അവര് സ്നേഹത്തോട് കഴിയും. ഇല്ലെങ്കിൽ ഇവര് വീടെല്ലാം വിട്ട് ദൂരെ നടക്കാനെല്ലാം പോകും. നമ്മളെല്ലാം കണ്ടമാറും ഒരു ദിവസം 2 ദിവസം കഴിച്ച് ഒരു ദിവസം വരിക. എത്ര വീട്ടിൽ സുഖം ഉണ്ടായാലും അവർ ഹീറ്റായാലും അവർ പോകും. നമ്മളെ വീട്ടിൽ പെണ്ണുപൂച്ച ഉണ്ടായാലും അത് അവർ പൂച്ചയുടെ സ്വഭാവമാണ്. ഇപ്പൊ ഇവര് ഹാപ്പിയാണ്. മുഖം തുടക്കാനെല്ലാം വളരെ വിഷമാണ്. ഒരു കുഞ്ഞി കയ്യല്ലേ, കഷ്ണം കയ്യ. ഇപ്പോ എന്നാലും ഇവരെ രക്ഷപ്പെടുത്താൻ ഏറ്റവും വലിയ സന്തോഷം. ഇങ്ങനെ എല്ലാടിക്കും ഉണ്ടാക്കാണെങ്കിൽ ഇങ്ങനെ അറിയിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു നന്മ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനൊരു പ്രവർത്തിയിൽ ഏർപ്പെടണം. ഒരു മിണ്ടാപ്പാണിനെ വേദനിപ്പിക്കാൻ പാടില്ല. അവർക്ക് നമ്മളെപ്പോലത്തെ നന്മയുള്ള മനുഷ്യന്മാരാവുള്ളൂ.
ഇന്നെല്ലാവരും ഭക്തിയും എല്ലാം ഉണ്ട്. പക്ഷെ ഒരാളിൽ നന്മ എന്നൊരു ഒരവസ്ഥ മനസ്സിന് അവർക്ക് ആർക്കുമില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന കാര്യം ചെയ്യുക. ഇതൊരു മനസ്സിന് സന്തോഷമല്ലോ ആണ് ഇവരെ കാണുമ്പോൾ.